കാരക്കുടിയാണ്. കാരക്കുടിയിലെ ഒരു വലിയ കെട്ടിടത്തിന് മുമ്പിലാണ് ഒരു വീടാണിത്. ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ 1000 ജനലുണ്ടെന്നാണ് പറയുന്നത്. 1000 ജനലുള്ള വീട്. അതിൻ്റെ അകത്ത് കയറി കാണാൻ നമുക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല. നമുക്കതിൻ്റെ മുറ്റത്തൊക്കെ നിൽക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഒരു ലോങ് വ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്നത്. ഇനിയിപ്പം അകത്ത് കയറി നോക്കാം. വീടിൻ്റെ പുരയിടത്തിനകത്ത് കയറി ഇപ്പോൾ ഇതൊരു സൈഡ് വ്യൂ ആണ്. 2 നില കെട്ടിടമാണ്, 3 നിലയുണ്ട്. ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട്. സ്റ്റെപ്പിലെ കയറി നിൽക്കാൻ വേണമെങ്കിൽ. ഇത് നേരത്തെ കണ്ട അത്തംകുടി പാലസിൻ്റെ അടുത്തൊന്നും ഇത് വരത്തില്ല. അത്ര വിലപിടിപ്പുള്ള വീടൊന്നും അല്ലത്. പ്രത്യേകത 1000 ജനലുണ്ടെന്നുള്ളൊരു പ്രത്യേകത കൊണ്ട് നമ്മൾ കയറിയതാണ്. ഇപ്പോഴെല്ലാം പൊളിഞ്ഞ് കിടക്കുകയാണ്. അവർ റിനോവേഷനൊക്കെ ചെറുതായിട്ട് നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു. അകത്ത് പണിയൊക്കെ നടക്കുന്നുണ്ട്. കിണറാണിത്. റെക്ടാങ്കുലർ ഷേപ്പിലുള്ളൊരു കിണർ. ഒരു വ്യൂ ആണ് ഈ സൈഡിൽ നിന്ന് തന്നെ. അവർ ഫാമിലി ഒന്നും ഇല്ലേ? വിദേശത്തായിരിക്കും അല്ലേ? എന്നാ പേര്? ചിന്ന ചിന്ന ആളായിട്ട് 2-3 പേർ പാർട്ട്ണർഷിപ്പ്. ഈ ബിൽഡിംഗ് ഒരു ഗോഡൌൺ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഈ പുള്ളി പറയുന്നത്. ഗോഡൌൺ ആണ്. ഞാൻ മേളിൽ വന്നതാണ്. ഒരാൾ താമസമൊന്നുമില്ല. എല്ലാം ഈ വീടുകളിലൊക്കെ ആൾ താമസം കാണും. അവിടെ ഒരു പഴയ ബിൽഡിംഗ് കാണുന്നുണ്ട്. അതിൽ മതിൽക്കെട്ടൊക്കെ ഉണ്ട്. മതിൽക്കെട്ടിനുള്ളിലാണ് നിൽക്കുന്നത്. 3 നില കെട്ടിടമാണ്. ഇവിടെയൊക്കെ 3 നിലയാണ്. പെയിൻ്റ് അടിയൊക്കെ നടക്കുന്നുണ്ട്. സ്റ്റെപ്പൊക്കെ ഉണ്ട് അങ്ങോട്ട് കയറാനായിട്ട്. ഇങ്ങോട്ടും കയറാം. ശ്രീകൃഷ്ണൻ്റെ ഒരു പ്രതിമയൊക്കെ ഉണ്ട് അവിടെ. നല്ല കുറേ റൂംസൊക്കെ ഉള്ള വീടാണ്. 1941 ആണ്ടിൽ നിർമ്മിച്ചതാണ്. പുതിയ ഡിസൈൻ വീടാണ്. ഇവിടെ നമ്മൾ എവിടെയൊക്കെ കാട്ടിൽ കയറി പോയപ്പോഴത്തേക്ക് പറ്റിയതാ. പറയുന്ന കേട്ടല്ല, നേരെ റൂമിൽ പോകുന്നില്ലെന്ന്. ആർക്ക് റൂമിൽ പോകണം? ഇതൊക്കെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. ഈ ഡോറ് കൊള്ളാം. ഡോറും തൂണും ഒക്കെ ഏകദേശം അതുപോലെ തന്നെയല്ലേ? ശരിയാ. അതിൻ്റെ അകമൊക്കെ ഉള്ള അകം നമ്മൾ നേരത്തെ കണ്ട പാലസിൻ്റെ അതേ സെയിം തോല തന്നെ. ജനൽ വാതിലും ഒക്കെ അടിപൊളി വാതിലാണ്. അവിടെ കണ്ട വരാൻ കണക്ക്. അപ്പോൾ അകമൊക്കെ ഇതിനെ സെയിം സ്ട്രക്ചറായിരിക്കും.
1000 ജനൽ വീട്, ഫേമസ് 1000 വിൻഡോസ് ഹൗസ്.